ഹായ്, എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുട്ടിച്ചായ. ഞാൻ കാരിക്കോട് എന്ന സ്ഥലത്ത് നമ്മുടെ മുബാറക്ക് ഹോട്ടലിൽ നടന്ന നമ്മുടെ ഒരു ഷക്കീർക്ക ഉണ്ട്. ഷക്കീർക്കയുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കയറി താമസം. കഴിഞ്ഞ ഞായറാഴ്ച എല്ലാം മനോഹരമായിട്ട് പുള്ളി ചെയ്തേക്കുന്ന ഒരു വീടിന് എന്തൊക്കെ ചെയ്യാം, ആ വീട് എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതിൻ്റെ ഒരു 100 മേനിയാണ് പുള്ളി വീട് കാണിച്ചു വച്ചിരിക്കുന്നത്. എല്ലാം വളരെ ഭംഗി. വീടിൻ്റെ അകവും പുറവും അനാവശ്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആവശ്യത്തിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും, ചെടികളാണെങ്കിലും മുറ്റത്തുള്ള ഗ്രാസ് ഇട്ടതാണെങ്കിലും കല്ലിട്ടതാണെങ്കിലും അതിൻ്റെ അകത്തുള്ള ഓരോ സെറ്റിങ്സും നിങ്ങളെ കാണിച്ചു തരാം. എല്ലാം വളരെ മനോഹരമായിട്ട് ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഞാൻ ഷക്കീർക്കായെ ഒന്ന് പരിചയപ്പെടാം. ഷക്കീർക്ക, നമസ്കാരം. വീടിൻ്റെ പണി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ടുണ്ട്. 1.5 വർഷം കൊണ്ടാണല്ലേ? എന്നാലും അവസാനത്തെ ഒരു 2-3 മാസം കൊണ്ട് വേഗം. അതെ, ഞങ്ങൾക്ക് നോയമ്പ് വരുന്നതിൻ്റെ നോമ്പ് തുടങ്ങിയല്ലോ. നോമ്പ് തുടങ്ങാണ്ട് സ്പീഡപ്പിന് പണിച്ചിരി റിസ്ക് എടുത്താലും പണി തീർത്തു. ഉറക്കളച്ചൊക്കെയാണ് അതിൻ്റെ. ഇനി റെസ്റ്റ് എടുക്കാമല്ലോ. നല്ല വീടൊക്കെ പണിത് നല്ല കുട്ടപ്പനായിട്ടാണ് നിൽക്കുന്നത്. കാരണം അതിൻ്റെ അധ്വാനങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു പണ്ടൊക്കെ കാരണന്മാർ പറയും വീട് പണിതാൽ 6 മാസത്തേക്ക് പട്ടിണിയാണ്. ഇപ്പോൾ പട്ടിണിയൊന്നും ഇല്ലെങ്കിലും കഷ്ടപ്പാട് കൂടുതലാണ് അല്ലേ? ഇക്ക എങ്ങനെയാണ് നമ്മളെ വിളിക്കാൻ കാരണം? എങ്ങനെയാണ് നിങ്ങൾ വിളിക്കാൻ? ഞാനിങ്ങനെ അന്വേഷിച്ചപ്പം ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അന്വേഷിച്ചപ്പോൾ നമ്മളങ്ങനെ വന്നപ്പം കദളിക്കാട് ഇവിടെ വന്നു. അപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ സാധനങ്ങളെല്ലാം കയറി കണ്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതനുസരിച്ചാണ് അവിടെ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചതിലൊക്കെ മനോഹരമായിട്ട് അച്ചായ നമുക്ക് ഒക്കെ ആക്കി തന്നു. വലിയ സന്തോഷം. എല്ലാം നല്ല ഭംഗിയായി ചെയ്തു. അപ്പോൾ ഈ വീടിൻ്റെ അകഭാഗം കുറച്ച് ഭാഗം കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ നിൽക്കണേ. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ. കുത്തിയൊരുക്കിയ കല്ലു വിരിച്ചും ചെത്തിയൊതുക്കിയ പുല്ലു നിറച്ചും, കുത്തിയൊരുക്കിയ കല്ലു വിരിച്ചും ചെത്തിയൊതുക്കിയ പുല്ലു നിറച്ചും, പൊന്നാമ പൂക്കുന്ന കൊച്ചു തടാകത്തിൻ തീരത്ത് മാവും പാവും തെങ്ങും കായോടെ, പൊന്നാമ പൂക്കുന്ന കൊച്ചു തടാകത്തിൻ തീരത്ത് മാവും പാവും തെങ്ങും കായോടെ, നിൽക്കുന്ന മുറ്റങ്ങൾ തീർത്തു തരാം ഞങ്ങളുണ്ടോക്കണം, ഞങ്ങളുണ്ട് നിൽക്കുന്ന മുറ്റങ്ങൾ തീർത്തു തരാം ഞങ്ങളുണ്ടോക്കണം, ഞങ്ങളുണ്ട്. എവർഗ്രീൻ ലാൻഡ്സ്കേപ്പ്, എവർഗ്രീൻ നഴ്സറി ഇനി മറക്കരുതേ. എവർഗ്രീൻ ലാൻഡ്സ്കേപ്പ്, എവർഗ്രീൻ നഴ്സറി ഇനി മറക്കരുതേ.